അപ്പോൾ എന്തായാലും ഇതുവരെ എത്തിയ സ്ഥിതിക്ക് നമുക്കൊന്ന് കുളിച്ചിട്ടൊക്കെ പോകാം ഇവിടുന്ന്. നല്ല അടിപൊളി ഒരു വൈബാണ്, നല്ല വെള്ളമൊക്കെ തണുത്ത വെള്ളമാണ്. അപ്പോൾ എന്തായാലും വലിയ താഴ്ചയൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഒലീവിയ ഹോം സ്റ്റേ. എൻ്റെ ആദ്യത്തെ ഹോം സ്റ്റേ ഇതാണ്. 2017 ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ ഹോം സ്റ്റേ ഇതാണ്. ഇതിനകത്ത് നമുക്ക് 4 ബെഡ്റൂംസാണ് ഉള്ളത്. 4 ബെഡ്റൂംസിലായിട്ട് 5 കട്ടിലുണ്ട് ഡബിളിൻ്റെ. നമുക്കിതിനകത്തൊരു 10 പേർക്ക് വരെ താമസിക്കാം. പിന്നെ കിച്ചൺ ഫെസിലിറ്റി ഉണ്ട്, ഗ്യാസുണ്ട്, നമുക്ക് ഫ്രിഡ്ജ് അവൈലബിളാണ്, മിക്സി അവൈലബിളാണ്, ദെൻ വാട്ടർ ഫിൽറ്റർ അവൈലബിളാണ്. അപ്പോൾ ഒരു ഫാമിലിക്ക് ഒരു രാത്രി വന്നു കഴിഞ്ഞാൽ 1-2 ദിവസം നമുക്ക് സുഖമായിട്ട് താമസിച്ച് അവർക്ക് തന്നെ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അഡീഷണലായിട്ട് നമ്മളിവിടെ സർവീസ് കൊടുക്കുന്നത് പറഞ്ഞാൽ ബാർബിക്യൂനുള്ള ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ ക്യാമ്പ് ഫയർ, ട്രക്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ നമ്മുടെ ഹോം സ്റ്റേനെ പറ്റിയിട്ട്. അപ്പോൾ ഹോം സ്റ്റേയുടെ അടുത്ത് തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ പേര് കല്യാണത്തണ്ട് എന്നൊക്കെയാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കൽവരി മൗണ്ട് പോലെ തന്നെ നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ഞങ്ങളിന്ന് കയറാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടോ നല്ലൊരു തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. നല്ല രസമാട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. എന്തായാലും ഇന്നത്തെ ഒരു കാഴ്ചകൾ മൊത്തം ഈ ഒരു വ്യൂ ആയിട്ട് നമുക്ക് പോകാം കേട്ടോ. ഞങ്ങൾ കയറി കുറച്ചാളെങ്കിലും കുത്തനെ കയറ്റായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വയ്യാണ്ടായി. ഇനിയും കിടക്കുകയാണ്, കണ്ടവണ്ണം നടക്കാനുണ്ട്. ഇനിയും ബാക്കിലേക്ക് നോക്കും, ഇവിടെ നിന്നിട്ട് ബാക്കിലേക്ക് നോക്കുമ്പോൾ ശരിക്കും നല്ല വ്യൂ കേട്ടോ. ഇങ്ങനെ മഞ്ഞൊക്കെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആനമുടി മലനിരകളൊക്കെ കാണാൻ പറ്റും. ആ കാണുന്നതാണ് ആനമുടി മലനിരകളെന്നൊക്കെയാണ് ഈ ചേട്ടൻ ഹെൽത്ത് ഹൗസ് ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഇനി മേലെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ടി യാത്ര കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ കുത്തിനുള്ള മലയൊക്കെ കയറി അവസാനം നമ്മളിതേ കല്യാണത്തണ്ട് എന്ന് പറയുന്ന മലയുടെ മേലെ എത്തിയിട്ടുണ്ട്. വഴി വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇതേ കാലൊക്കെ പൊട്ടി ചോര വന്നു തുടങ്ങി. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതൊന്നും പ്രശ്നമില്ല, കാരണം അടിപൊളി വ്യൂ ആണ് മേലെ നിൽക്കുമ്പോൾ. ശരിക്കും ഇതേ മഞ്ഞൊക്കെ ഇതേ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇടുക്കി ഡാം കാണാം. നേരത്തെ നമ്മുടെ ഡാമിൽ പോയപ്പോൾ കണ്ട പോലെ തന്നെ നല്ല വ്യൂ ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. ഈ പാറയുടെ മേലെ നിൽക്കുമ്പോൾ നല്ല വ്യൂ ആണ്. ആ സൈഡിലൊക്കെ പലയിടത്തും നമ്മുടെ ചെറിയ ചെറിയ ഈ പറഞ്ഞ വഴികളൊക്കെ കാണാം കേട്ടോ. മലയുടെ മേലേക്ക് ചെറിയ ചെറിയ വീടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ആ സൈഡിലൊക്കെ. പിന്നെ ഇതേ ആ കാണുന്നതാണ് ആനമുടി അല്ലേ ഏട്ടാ എൽദോസേട്ടാ? ഇതാ കാണുന്നതാണ് ആനമുടി മലനിരകൾ എന്നൊക്കെ പറയുന്നത്. അവിടെ നന്നായിട്ട് മഞ്ഞൊക്കെ മൂടി നിൽക്കുകയാണ് ആ ഒരു സൈഡിൽ. പിന്നെ അടിക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ചെറിയ ചെറിയ വീടുകൾ പൊട്ടുകളൊക്കെ പോലെ കാണാം. കുറേ പള്ളികളൊക്കെ ഉണ്ട് അടിയിൽ. പിന്നെ എന്താ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൻ്റെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇടുക്കി ഡാം ഒരു നീല കളറിലെ ഒരു നീല കളറായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒഴുകുന്നല്ല അല്ലേ, നിൽക്കാൻ തോന്നുന്നു അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ എന്നാ ഇവിടെ വന്നിട്ട് വിശേഷം? പിന്നെ മൊത്തം ഈ മേലെ വന്നപ്പോൾ തേയിലത്തോട്ടങ്ങളാവട്ടെ, ഈ സൈഡിൽ മൊത്തം തേയിലത്തോട്ടങ്ങളാണ് മൊത്തം. പിന്നെ ഇതിന് പിന്നിൽ ഒത്തിരി ഐതിഹ്യങ്ങളുണ്ടെന്നല്ലേ ഈ കല്യാണത്തണ്ട് എന്ന് പറയുന്ന അല്ല ഈ പേര് വരാൻ കാരണം ഒത്തിരി. അതെ, നമുക്ക് ഈ ഡീറ്റെയിലൊക്കെ എൽദോസേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം.
നമ്മളിപ്പം നിൽക്കുന്നത് കല്യാണത്തണ്ട് മലയുടെ മുകളിലാണ്. കല്യാണത്തണ്ട് മലനിരകൾ എന്ന് പറയുമ്പോൾ അറിയാം, നമ്മുടെ കുർത്തിമല, ഇടുക്കി ഡാമിൻ്റെ വലത് സൈഡിലുള്ള കുർത്തിമലയാണ് കല്യാണത്തണ്ട് മലനിരകൾ എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു 17 കിലോമീറ്റർ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലം വരെയുണ്ട്. ഇപ്പം നമ്മുടെ ഹോം സ്റ്റേയിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 250 മീറ്റർ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കല്യാണത്തണ്ട് മലനിരകളുടെ മുകളിലെത്താം. ഇവിടെ നിന്നുള്ള ഭംഗി എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. കാര്യം ഒരു സൈഡിൽ നോക്കി ഇടുക്കി ഡാമും അതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയും എല്ലാം നന്നായിട്ട് കാണാം. മറു സൈഡിലോട്ട് നോക്കിയാൽ അങ്ങ് മൂന്നാർ സൈഡ് നല്ല ഭംഗിയായിട്ട് കാണാം. നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെറുതോണി അതിൻ്റെ അപ്പുറത്തോട്ടുള്ള മണിയാറൻകുടി പോലുള്ള സ്ഥലങ്ങളിലോട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. ഇപ്പോൾ രാവിലെ നമ്മൾ ഇതുപോലെ കയറി വന്നു കഴിഞ്ഞാൽ നല്ല മഞ്ഞും ഒക്കെ നന്നായിട്ട് മഞ്ഞ് ഇതിൻ്റെ മലയുടെ ഇടയിലൂടെ നമുക്ക് കിടക്കുന്നത് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇപ്പം ഇടുക്കി ഡാമിനെ എന്നുള്ളൊരു ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഏകദേശം ഇടുക്കി ഡാമിൽ നിന്ന് ഒരു 3.5-4 കിലോമീറ്റർ ദൂരമുണ്ട് മുന്നോട്ട്. കട്ടപ്പന റൂട്ടിലാണ് ഈ സ്ഥലം വരുന്നത്. നമ്മുടെ കാളർമൗണ്ട് വ്യൂ പോയിൻ്റ് എത്തുന്നതിന് മുമ്പ് ഡബിൾ കട്ടിങ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മുകളിലോട്ട് വേണം കയറാൻ. ഇതിപ്പം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നുള്ള ആളുകൾ അങ്ങനെ വന്ന് ഈ ഒരു വ്യൂ പോയിൻ്റ് വരുന്നത് വളരെ ചുരുക്കമാണ്. ഇത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 3100 അടി പൊക്കത്തിലാണ് ഈ ഒരു സ്ഥലമുള്ളത്, ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം. പിന്നെ കല്യാണത്തണ്ട് എന്നുള്ളൊരു പേര് ഐതിഹ്യം വെച്ച് നമ്മളിവിടെ പറഞ്ഞു കേട്ടത്, കാരണവന്മാരൊക്കെ പറഞ്ഞു കേൾക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഭീമൻ്റെ വനവാസകാലത്ത് ഭീമനിവിടെ വരികയും ഈ കല്യാണത്തണ്ട് മലനിരകളിൽ വെച്ച് അദ്ദേഹം ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഇതിന് കല്യാണത്തണ്ട് എന്നുള്ളൊരു പേര് വന്നതെന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു കഥയെപ്പറ്റിയൊന്നും ഇപ്പോഴത്തെ ആളുകൾക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടാം. പിന്നെ പണ്ട് രാമലക്ഷ്മണന്മാരൊക്കെ അവർ വനവാസ കാലത്ത് ഈ വഴിയൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഹോം സ്റ്റേയുടെ ബാക്കിലൂടെ ഒഴുകുന്ന ഒരു ചെറിയൊരു തോടാണിത്. ശരിക്കും എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മുടെ ഏലക്കായ, അതുപോലെ തന്നെ കുരുമുളക്, ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ നടുവിൽക്കൂടെയാണെങ്കിൽ ഒരു തോട് ഒഴുകുന്നത്. നമ്മുടെ ഹോം സ്റ്റേയുടെ തൊട്ട് ബാക്കിലായതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് ഇവിടെ വന്നിരിക്കാനൊക്കെ. എനിക്ക് തോന്നുന്നു ഈ വെള്ളത്തിന് ഒച്ച കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ വന്നൊക്കെ ഇരിക്കാം. നല്ല കാം ആൻഡ് ക്വയറ്റാണ്. ഒരു കാടിന് നടുവിൽ വന്നേക്കുന്നൊരു പ്രതീതി കേട്ടോ. ശരിക്കും അടിപൊളിയാണ്. പിന്നെ നല്ല തണുവുണ്ട് വെള്ളത്തിനൊക്കെ. നമ്മളിന്ന് ഇപ്പോൾ നിൽക്കുന്നത് ഏലക്കായൊക്കെ ഉണക്കുന്ന ഒരു സ്റ്റോറിലാണ്. നമ്മുടെ ഹോം സ്റ്റേയുടെ ഒക്കെ അടുത്തും അതുപോലെ തന്നെ കാൽവരിമൗണ്ടിൻ്റെ അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് കൗതുകമായിട്ട് തോന്നി ഇവിടെ വന്നപ്പോൾ ഈ ഏലക്കായ ഉണക്കുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ കോണറായിട്ടുള്ള എബിച്ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എബിച്ചേട്ടൻ്റെ അടുത്ത് ചോദിക്കിയത് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രോസസ്സ് എന്നൊക്കെ. ചേട്ടാ, ഇത് എത്ര നാൾ ഇത് തുടങ്ങിയിട്ട് ഈ ഒരു ബിസിനസ്? ഇത് ഞാൻ 2018 തുടങ്ങിയതാണ്. ഞാൻ 2018 വരെ ഗൾഫിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ സ്വന്തമായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണിത് 2018. ഇപ്പം 4 വർഷം കഴിഞ്ഞു ഏകദേശം.
എങ്ങനെയത് നമുക്ക് ലാഭകരമാണ്? ഇപ്പോൾ ഏലക്ക ഭയങ്കര വിലയുള്ള സംഭവമാണ് ഏലക്കായൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ചേട്ടൻ്റെ അതിൻ്റെ മെച്ചം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്? എവിടേക്ക് കൂടുതൽ ഇത്? നമ്മൾ പുറത്തുനിന്ന് കായ എടുത്ത് ഉണങ്ങുന്നുണ്ട്, നമ്മുടെ സ്വന്തം കായ ഉണങ്ങുന്നുണ്ട് ഇവിടെ. ഓക്കെ. ഇപ്പം വില കുറവുള്ളതുകൊണ്ട് കുറച്ച് അത് ബാക്കി പുറത്തുള്ള വലിയ വലിയ ഏലക്കായ ഉള്ളവർ ഇവിടെ വന്നിട്ട് ഉണക്കിയിട്ട് അവർ തന്നെ ഇവിടെ വന്നിട്ട് ഉണങ്ങി അവർ കൊണ്ടുപോകും. അപ്പം നമുക്ക് അതിൻ്റെ ഉണക്കിൻ്റെ റെന്റ് കിട്ടും കറക്റ്റായിട്ടുള്ള. റെന്റ് കിട്ടും. അപ്പം നമ്മൾ സാധാരണ ഇതിനകത്ത് ബ്രിക്കറ്റും അതുപോലെ തന്നെ വിറകുമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം അതെ അതെ. അതിൻ്റെ വിലകളൊക്കെ കൂടിയതുകൊണ്ട് ചെറുതായിട്ടൊക്കെ നഷ്ടങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് ഞാൻ വിശദീകരിക്കുന്നത്. ഓൾറെഡി ഇപ്പം നമ്മൾ കളർ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി കളർ കിട്ടും. പക്ഷെ ഇത് നാച്ചുറലായിട്ടുള്ള കളറാണിത്. ഓഹോ. അല്ലാത്ത കളർ കളർ ഈ ചില സ്റ്റോറുകാരൊക്കെ ഒരു കാലത്ത് ഇങ്ങനെ കളറിട്ട് ഉണങ്ങുമായിരുന്നു. കളറിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഈ ഡിമാൻഡ് നഷ്ടപ്പെട്ടത് ഈ സൗദി അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ. ഇതിപ്പോൾ നമ്മൾ ഒരു നിറവും ചേർക്കാതെ ഇപ്പം ഗ്ലാസ്സിലിട്ട് നോക്കിയാൽ നമുക്കറിയാം ഇത് നിറം ഇളകുന്നുണ്ടോ എന്ന്. ഇപ്പം കടകളിൽ നിന്ന് മേടിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൽ ഒരു ഗ്ലാസ്സിലിട്ട് വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് നോക്കിയാൽ ചിലപ്പോൾ ഇതിൻ്റെ കളർ ഇളകും. ഇപ്പം നമ്മളിവിടെ ഉണങ്ങുന്നതിൻ്റെ ഇളകത്തില്ല. അപ്പം അത് നമ്മൾ ഈ വാഷ് ചെയ്യും ശരിക്കും. നമ്മൾ എങ്ങനെയാണിത് ഒരു ഏലക്കായ കിട്ടിയ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്തോ ആയിരിക്കും? ഇതിപ്പോൾ നമ്മളിപ്പം ഈ മെഷീന് ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കായം കൊണ്ടിടും. ഒരു 100 കിലോ വെച്ച് വരെ ഇട്ട് കഴുകാവുന്ന മെഷീൻ. ഈ മെഷീനിലങ്ങ് ഇട്ട് കഴിയുമ്പം ഈ പറമ്പിൽ നിന്ന് എടുത്ത് ചെളി അങ്ങനെ സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് അങ്ങ് പോകും. വെള്ളം ഒഴിച്ചിട്ട് ഇവിടുന്ന് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ റൗണ്ട് ചെയ്യും. ഇപ്പോൾ അതിപ്പം ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതായത് കഴിഞ്ഞാൽ ഇതിങ്ങനെ റൗണ്ട് ആവും. ഫുള്ള് റൗണ്ടായി കഴിയുമ്പം ഇവിടെ തുറന്നു കഴിയുമ്പോൾ ഇതിലേക്ക് വരും ശരിയായിട്ട് ക്ലീൻ ചെയ്തെടുത്ത കായ്. അതിന് അവിടെ നമ്മൾ നേരെ ഡ്രയറിലോട്ട് ഓരോരുത്തരുടെ പേരെഴുതി നമ്മൾ ഇടുവാണ് അങ്ങനെ. ഓക്കെ. ഇത് രണ്ടാമത്തെ ഒരു പ്രോസസ്സാണ് ഈ ഏലക്കായ ചെയ്യുന്നതിൽ. നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ കൊണ്ടുവരുന്ന ഏലക്കായ അവിടെ വെച്ചിട്ട് കഴുകി അത് നന്നിട്ട് നമ്മൾ ഡ്രൈയിലേക്ക് മാറ്റാണ് ചെയ്യുന്നത്. ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഡ്രയർ ഇതിനകത്ത് ഉണ്ട് നിലവിൽ. ഇതിപ്പോൾ നമ്മളിങ്ങനെ പച്ച ഏലക്കായാണ്. ഇത് ഏകദേശം ഒരു 7-8 മണിക്കൂർ ആയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ അടിച്ചതാണിത്. ഇന്ന് രാത്രി ഏകദേശം ഒരു 12-1 മണി ആകുമ്പോഴേ ഇത് പോളിഷ് ചെയ്ത് എടുക്കാറാകത്തുള്ളൂ. ഇതിൻ്റെ ഈ പൂ മുതലായ എല്ലാം കളഞ്ഞിട്ട് പോളിഷ് ചെയ്ത് കിട്ടുള്ളൂ. ഏകദേശം 80 ഡിഗ്രി ചൂടിൽ ഇത് എടുത്താൽ മാത്രമേ ഇതിൻ്റെ ഈ പൂ നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയുള്ളൂ ഈ പോളിഷിംഗ് മെഷീൻ. അപ്പം ഏകദേശം എങ്ങനെയാട്ടോ ഏലക്കായ നമ്മൾ ആദ്യ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഡ്രയറിലേക്ക് എത്തുമ്പോൾ ഇതുപോലെയൊക്കെയാണ് എത്തുക. മൂന്നാമത് വരുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് പോളിഷിംഗ് ആണ്. അപ്പോൾ നമുക്കത് കാണാം. ആ റൂം ഈ പോളിഷിംഗ് റൂമാണ് ഇത്. നമുക്ക് അതിൻ്റെ അകത്ത് കയറാം കേട്ടോ. ഈ വരുന്ന കായ ഏതിലിടുന്നത് പോളിഷ് ചെയ്യാനായിട്ട്? ഇതിൽ പോളിഷ് ചെയ്യുന്ന അവിടെ ചൂടോടെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഏകദേശം ഇടും. ഇട്ട് കഴിയുമ്പം ഓരോരുത്തരുടെ കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇടുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അകത്തുനിന്ന് മൊത്തം ക്ലീൻ ചെയ്യും ആളുടെ. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് ഒരു ബ്രഷ് ഇങ്ങനെ ഘടിപ്പിച്ചേക്കുവാണ്. ഇങ്ങനെ വരുന്നൊരു ബ്രഷ് ഇങ്ങനെ ഘടിപ്പിച്ചേക്കാണ്. ഇതിനകത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് പോളിഷ് ചെയ്തിട്ട് ഇതിലേ വരും. ഇത് അരി സെപ്പറേറ്റ് സീഡ് പൊട്ടി പോകുന്നതിൻ്റെ സീഡ് താഴെ വരും. ബാക്കി ഇങ്ങനെ കറക്റ്റ് പോളിഷ് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടും. ഓരോരുത്തരുടെ പേരെഴുതി നമ്മൾ ഓരോരുത്തരുടെ ഓരോ ചാക്കിൽ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടൊക്കെ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒത്തിരി ആൾക്കാർക്ക് തോന്നാം ഇപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാൻ. കാരണം റേറ്റ് കൂടുതലാണ് നമ്മുടെ നാട്ടിലൊക്കെ ഏലക്കായ്ക്ക്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഈ കടകളിൽ നമ്മൾ ഈ സ്പൈസസ് കടയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടുന്നതിലും റേറ്റ് കുറച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഫ്രഷ് ആയിട്ടുള്ള മരുന്ന് അടിക്കാത്തത് പോലും നമുക്ക് ഇവിടെ കിട്ടും. നമ്മുടെ എൽദോസ് തറവാട് വീട് വാഴത്തോപ്പിലാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ഇതെന്ന് പറയുന്നത് ഇത് നമ്മുടെ പേപ്പാറ വെള്ളമാണ്. ഇതൊരു വെള്ളച്ചാട്ടമാണത്. അപ്പോൾ ഇവിടെ നമുക്ക് കുളിക്കാം, ആർമാദിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ നോക്കാം അല്ലേ? വീണ് താഴ്ചയില്ലാന്ന് തോന്നുന്നു. ഇവിടെ താഴ്ച ഒന്നുമില്ല. അവിടെ പൂള് പോലെ ഒരു ഇതാണ്, അതിനകത്തൊരു പൂള് പോലെ നമ്മൾ വെള്ളം കെട്ടിക്കിടക്കുവാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ എത്തിയ സ്ഥിതിക്ക് നമുക്കൊന്ന് കുളിച്ചിട്ടൊക്കെ പോവാം. ഇവിടുന്ന് നല്ല അടിപൊളി ഒരു വൈബാണ്. നല്ല വെള്ളമൊക്കെ തണുത്ത വെള്ളമാണ്. അപ്പോൾ എന്തായാലും വലിയ താഴ്ച ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചാടി നോക്കാം അല്ലേ?
ശരിക്കും പറയാനായിട്ട് വാക്കുകളില്ല. അടിപൊളി പ്ലേസാണ്. എനിക്കൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ, ശാന്താണ്. പിന്നെ വെള്ളത്തിന് ഭയങ്കര തണവുണ്ട് കേട്ടോ. എങ്കിൽ തന്നെ അടിപൊളിയാണ്. ആദ്യമായിട്ട് ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇവിടേക്ക് വരണം. ഓക്കെ, നല്ല പ്രശ്നമുണ്ട്. ഇപ്പം ഒലീവിയ ഹോം സ്റ്റേ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നവർക്ക് ഞങ്ങളിവിടെ ഒരു 4-5 വ്യൂ പോയിൻറ്റുകൾ ഇതുപോലെ നമ്മൾ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയി ട്രക്കിംഗ് ആയിട്ട് കൊണ്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഇപ്പോൾ അടുത്ത സ്ഥലങ്ങൾ ഇവിടെ ഏറ്റവും നന്നായിട്ട് കാണാനുള്ള ഒന്ന് ഇടുക്കി ഡാം, ചെറുതോണി ഡാം, ഹിൽ വ്യൂ പാർക്ക്, പാൽക്കുളമേട്, മൈക്രോവേവ് മല, ചാരനള്ള് ഗുഹ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹോം സ്റ്റേ ആയിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ കാൽഡ്രിമൗണ്ടിൻ്റെ വ്യൂ പ്രൈവറ്റ് ആയിട്ട് ഇന്ന് കാണാം. പിന്നെ ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് ഇവിടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ ഒരു ടീ ഫാക്ടറി ഉണ്ട്. നമ്മൾ ടീ ഫാക്ടറിക്ക് വിസിറ്റ് ഇവിടുന്ന് നമ്മൾ നടത്താറുണ്ട്, ജീവൻ ടീ ഫാക്ടറി. പിന്നെ കുട്ടികളുമായിട്ട് വരുന്നവർക്ക് വേണ്ടി നമ്മളിവിടെ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇവിടെ നോഹാസ് വണ്ടർ ആർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം അതിനകത്തൊരു ചെറിയ രീതിയിൽ നിന്ന് എൻ്റർടൈൻ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 days എങ്കിലും സ്റ്റേ ചെയ്യാവുന്ന രീതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗങ്ങളെല്ലാം കണ്ട് കറങ്ങിപ്പോകാം. പിന്നെ ഇവിടുന്ന് രാമക്കൽമേടിനാണെങ്കിൽ ഏകദേശം ഒരു 1.25 മണിക്കൂർ യാത്രയാണ്. തേക്കടിക്കും ഏകദേശം 1.25-1.5 മണിക്കൂറിൻ്റെ അടുത്ത് യാത്രയുണ്ട്. വാഗമണ്ണും ഏകദേശം 1.25-1.5 മണിക്കൂർ യാത്രയാണ് ഇവിടെ നിന്നുള്ളത്. മൂന്നാർ സൈഡിലോട്ട് 1.5-1.25 മണിക്കൂർ യാത്രയാണ് നമ്മുടെ ഹോം സ്റ്റേ എന്നുള്ളത്. അപ്പോൾ വാഗമണ്ണ് കാണുന്നവർക്ക് രാമക്കൽമേട് പോയി കണ്ട് തിരിച്ച് ഇടുക്കിയിലോട്ട് വരുന്ന ആളുകൾക്കെല്ലാം ഞങ്ങളുടെ ഈ സ്പോട്ടിൽ വന്ന് സ്റ്റേ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പറയുന്ന വ്യൂ പോയിൻറ്റിൽ ഞങ്ങളുടെ ഹോം സ്റ്റേ ആയിട്ട് ബന്ധപ്പെട്ട വ്യൂ പോയിൻറ്റിലെല്ലാം ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. സ്ഥലങ്ങളെല്ലാം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടേ വിടാറുള്ളൂ. അതിന് പ്രത്യേക ചാർജസ് ഒന്നും നമ്മൾ മേടിക്കുന്നില്ല. വരുന്നവരെ സ്റ്റേ ചെയ്യേണ്ട ചാർജ് മാത്രം പേ ചെയ്തേച്ചാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് അവരെ കൊണ്ടുവന്ന് കാണിക്കും. നിങ്ങൾ മലയൊക്കെ കയറാനും ഈ സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് മാത്രം കാണിച്ചാൽ മതി. അങ്ങനെയുള്ളവരെ ഞങ്ങൾ ഈ സ്ഥലങ്ങളെല്ലാം കാണിച്ച് പരിചയപ്പെടുത്തിയിട്ടാണ് വിടാറുള്ളത്. ഞങ്ങളിന്ന് ചെക്കൗട്ടാണ് ഇവിടുന്ന് ഈ ഹോം സ്റ്റേന്ന്. കഴിഞ്ഞ 2-3 ദിവസങ്ങളൊക്കെ ആയിട്ട് കാൽവരി മൗണ്ടും ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ കാൽവരി മൗണ്ട് കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിലൂടെയാണ് വന്നതെങ്കിലും ഇവിടെ ഹോം സ്റ്റേയിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞപ്പോഴുണ്ട് നമ്മുടെ എൽദോസ് ചേട്ടൻ, ഇവിടുത്തെ ഓണറായിട്ടുള്ള എൽദോസ് ചേട്ടൻ ശരിക്കും ഒരു ഗൈഡായിട്ട് മാറായിരുന്നു. ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചു തന്നു. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഹോം സ്റ്റേയുടെ പ്രത്യേകത തന്നെയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ കുറേ മലകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നോർമലി നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ ഒരു ഗൈഡൊക്കെ ഉള്ളത് എപ്പോഴും നല്ലതാണ് ഒരു യാത്രയിലൊക്കെ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമുക്ക് എൽദോസ് ചേട്ടൻ ഒരു ഗൈഡായിട്ട് കിട്ടി. ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റി. ശരിക്കും എന്താ പറയുക, ഫാമിലി ആയിട്ടൊക്കെ വന്ന് സ്റ്റേ ചെയ്ത് എനിക്ക് വരാണെങ്കിൽ ഒരു 2-4 ദിവസത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞ പോലെ നല്ല ശാന്തമായിട്ടുള്ള ഏരിയ ആണ്. നല്ലൊരു എന്താ പറയുക, ഈ ഹോം സ്റ്റേ ഇരിക്കുന്ന പ്ലേസ് തന്നെ കുറേ മരങ്ങളുടെയൊക്കെ നടുവിലൊക്കെ തന്നെ ആയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിൽ പോയിട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഒരു ഹോട്ടലിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫീലിംഗ് അല്ല, ശരിക്കും നമ്മുടെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മളവർ ട്രീറ്റ് ചെയ്യണതും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ കൂടെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴൊക്കെ. അപ്പോൾ ഒരു ഹോംലി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെയായിരുന്നു ഇവിടെ. പിന്നെ റൂം അതുപോലെ പറയുകയാണെങ്കിൽ ഫെസിലിറ്റി ലക്ഷറി അല്ല, എങ്ങനെയാണ് നമ്മുടെ വീട് അതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നന്ദി, നമസ്കാരം. കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും.